ഈ രാജ്യം നേരിടുന്ന BJP-ൻ്റെ ഒരവസ്ഥ. ഈ 10 കൊല്ലം കൊണ്ട് BJP കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ മറ്റുള്ള മതക്കാർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷം. പൗരത്വ നിയമ ബില്ല് നടപ്പിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയാണ്. പക്ഷേ ശക്തമായി സ്ഥാനാർത്ഥിനെ രംഗത്തിറക്കാത്തതുകൊണ്ട് രാഘവൻ ജയിക്കും. അതേമാതിരി എതിർ സ്ഥാനാർത്ഥി കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലാളികളെ, ഒരുപാട് 10,000-ഓളം വരുന്ന കുടുംബങ്ങളെ വയ്യാതാരാക്കിയ ഒരാളും കൂടിയാണ്. വിശ്വാസമാണ് നമുക്ക്. എന്ത് സംഗതിക്ക് വിളിച്ചാൽ വരും, എന്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ട്, മുന്നിൽ നിന്നോളൂ. പ്രദീപകുമാറിനെ വരെ മത്സ്യ കടിച്ചില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇയാളെ കടത്താനാണ് പണി. പ്രദീപകുമാറിനെ മത്സ്യ കടിച്ച് ഇനിയിപ്പോൾ ഇളമരം കരീമിനെ മത്സ്യ കടത്താൻ വലിയ പണിയില്ല, സിമ്പിളാണ്. അങ്ങനെ പറ്റി പറയാൻ നല്ല അഭിപ്രായം. എല്ലാം കൊണ്ട് നല്ല അയാൾ. ആൾക്ക് ഒരു പെട്ടെന്ന് എന്താ പറഞ്ഞാലും അപ്പം പാഞ്ഞെത്തും അയാളോട്. അവിടെ എത്തും അയാൾ ആരെന്ത് പറഞ്ഞാലും. കാരണം തൊഴിലാളികൾക്ക് വേണ്ടി എന്നും തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നൊരു MP തന്നെ കോഴിക്കോടിൻ്റെ രാഘവേട്ടൻ. മന്ത്രിസ്ഥാനമൊക്കെ വാങ്ങിയിട്ടും വീണ്ടും അവിടെ തന്നെ മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടാതെ ഇവിടുന്ന് ഒളിച്ചോടിയ ഒരു നേതാവാണ് ഇളമരം കരീം. ചോദിക്കാണല്ലോ, ജയിച്ചിരിക്കല്ലേ, എന്തുകൊണ്ടാണ് അയാളെ പ്രവർത്തനം എല്ലാവർക്കും അറിയാലോ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ദുർഘടം പിടിച്ച വഴി കൂടെയാണ് യാത്ര കൊണ്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ജനാധിപത്യത്തെ വീണ്ടും തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് മാത്രവും കഴിയുക. നല്ല വ്യക്തിയാണ്. ഏത് പാതിരാക്കും വിളിച്ചാൽ നമ്മൾ അവിടെ പോയി മുട്ടി വിളിച്ചാൽ റെഡിയാണ്. ഏത് പാതിരാക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാരാകട്ടെ. അതിൻ്റെ അടുത്ത് ആദ്യം വന്ന് കളിച്ചിട്ടും കാര്യമില്ല. 15 വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടിന് വേണ്ടി എന്താ ചെയ്തതെന്നുള്ളത് പറയാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പർ ഓഫീസിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കയറി ചെല്ലാം. കാര്യങ്ങൾ പറയാം. ആരും സപ്പോർട്ടും വേണ്ട, ആരെ കത്തും ഒന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം, കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വേണമെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി കക്ഷി രാഷ്ട്രീയമേ ഇല്ല. അദ്ദേഹത്തിന് ആർക്കും പോയിട്ട് കയറാം, നേരിട്ട് അവിടെ അടുത്ത് തന്നെ വീണു. ഞാനൊക്കെ 10 പ്രാവശ്യത്തോളം പോയിരുന്നു. അദ്ദേഹത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ജയിക്കും. വികസനമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്കും വേണ്ടി മാർക്കറ്റിനും വേണ്ടി കഷ്ടപ്പെട്ട് നിന്ന് നോപ്പല. ഇത് പോവാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ട നോപ്പല. ജയിക്കുന്ന ഗ്യാരണ്ടി ഉണ്ട്, 100% ഗ്യാരണ്ടിയാണ്. 2-3 തവണ പോയില്ലേ, 4ാമത്തെ തവണല്ലേ ആർട്ടിക്ക് അടിക്കും ഉറപ്പാ. പ്രദീപകുമാറിനെ വരെ മത്സ്യ കടിച്ചില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇയാളെ കടത്താനാണ് പണി. പ്രദീപകുമാറിനെ മത്സ്യ കടിച്ച് ഇനിയിപ്പോൾ ഇളമരം കരീമിനെ മത്സ്യ കടത്താൻ വലിയ പണിയില്ല, സിമ്പിളാണ്. ഇളമരത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്, സിമ്പിളാ. രാഘവൻ റെഡ്ഡി 100% ഗ്യാരണ്ടി. ധൈര്യമുണ്ട്, വിശ്വാസമാണ് നമുക്ക്. എന്ത് സംഗതിക്ക് വിളിച്ചാൽ വരും, എന്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ട്, മുന്നിൽ നിന്നോളൂ, ഉറപ്പ്, ഗ്യാരണ്ടി. നമ്മളെ പ്രശ്നത്തെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വന്ന മൂപ്പരല്ലേ, മാർക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഗ്യാരണ്ടി എന്ന ആളാണ് നമുക്ക്. മാർക്കറ്റോടൊന്നും പോകാറുണ്ട്, 100% ഗ്യാരണ്ടിയാണ്. സഹായിച്ചു, തീർച്ചയായിട്ടും. ഇവിടെ 2 പ്രാവശ്യം വന്നില്ല പരിപാടിക്ക്. നമ്മളിവിടെ സ്റ്റേജ് കെട്ടിയ പരിപാടിക്കൊക്കെ വന്നാൽ എന്തിനും. സൂപ്പർ. 4ാം തവണ ആർട്ടിക്ക് അടിക്കൂ. 3 അടിച്ചില്ലേ, മത്സ്യക്ക് അടിച്ചില്ലേ പ്രദീപകുമാറിനൊക്കെ. ഇനിയിപ്പോൾ ഇയാളെ കിടത്താൻ വലിയ പണിയുണ്ടോ? കരീമിന് കുറവ് തന്നെയല്ലേ, കരീമിന് ജനസപ്പോർട്ടില്ലല്ലോ, ഇവിടെയൊക്കെ നിന്നിട്ട് പോയതല്ലേ. നമുക്ക് രാഘവനെ വളരെയധികം ബഹുമാനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ ഫസ്റ്റ് MP ആയിട്ട് മത്സരിക്കുകയാണ്. വെറും ചുരുങ്ങിയ വോട്ടിന് ജയിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ വെച്ച് അദ്ദേഹം സെക്കൻഡ് വന്നു. അന്ന് 3 ഇരട്ടി ലീഡ് നേടി. ഇപ്പോൾ 3ാമത് ജയിച്ചു. അതിൽ 4 ഇരട്ടി ലീഡ് നേടി. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം വരിക. 3 പ്രാവശ്യം നേടിക്കഴിഞ്ഞു. എത്രയും വോട്ട്, 1 ലക്ഷത്തോളം വോട്ടിന് ജയിക്കും എന്നുള്ള പരിപൂർണ ഉത്തരവുണ്ട്, പരിപൂർണമായിട്ട് വിശ്വാസമുണ്ട്. ജനങ്ങൾക്കെല്ലാം അറിയാം. മെഡിക്കൽ കോളേജ് പ്രശ്നം, റെയിൽവേ പ്രശ്നം, സ്റ്റാൻഡിൻ്റെ പ്രശ്നം, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരെ അധികാര അവകാശങ്ങളൊക്കെ പലരും പറയും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആ കഴിവ് ജനങ്ങൾ കാണിച്ചു കൊടുത്ത് ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പറ്റി നല്ല കാഴ്ച പറഞ്ഞു. അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി കക്ഷി രാഷ്ട്രീയമേ ഇല്ല. അദ്ദേഹത്തിന് ആർക്കും പോയിട്ട് കയറാം, നേരിട്ട് അവിടെ അടുത്ത് തന്നെ വീണു. ഞാനൊക്കെ 10 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇവിടെയുള്ള ഏത് ജനങ്ങളോട് ചോദിച്ചാലും അതേ പറയുള്ളൂ. മറിച്ച് അദ്ദേഹത്തെ പറ്റി ഒരു കുറ്റവും പറയാനില്ല. കുഴപ്പമില്ല എന്നാണ് അഭിപ്രായം. തിരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. പിന്നെ ശക്തമായ എതിരാളികളൊന്നും ഉണ്ടാവില്ല. അതേ പ്രാവശ്യം അതേമാതിരി തന്നെയാണ്. ശക്തമായ എതിരാളിയില്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ജയിച്ചു പോകും. ജയിക്കാനുള്ള സാധ്യത
ശക്തമായ സ്ഥാനാർത്ഥി രംഗത്ത് ഇറക്കിയിട്ടില്ല അടുത്ത വർഷം. പാർട്ടി അനുഭാവിയാണ്, മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവിയാണ്. പക്ഷേ ശക്തമായ സ്ഥാനാർത്ഥിനെ രംഗത്ത് ഇറക്കാത്തതുകൊണ്ട് രാഘവൻ ജയിക്കും, ഉറപ്പാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് കോഴിക്കോട് പാർലമെൻറ്റിലേക്ക് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ട് തന്നെ കരീം, ഇളമരം കരീം. അങ്ങനെ വെച്ചാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ് പല കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയേണ്ട പറ്റുന്ന സാഹചര്യങ്ങളില്ല, അതുകൊണ്ടാണ് ചോദിക്കും. വികസനത്തിനെ കുറിച്ചൊന്നും അങ്ങനെ വ്യക്തമായിട്ട് തുറന്നു പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജയിക്കാനുള്ള സാധ്യത അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. 65 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച ഒരു കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ഈ രാജ്യം നേരിടുന്ന BJPൻ്റെ ഒരവസ്ഥ, ഈ 10 കൊല്ലം കൊണ്ട് BJP കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ മറ്റുള്ള മതക്കാർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷം. പൗരത്വ നിയമ ബില്ല് നടപ്പിൽ വന്ന് അതിനൊന്നും ചോദ്യം ചോദിക്കാതെ പാർലമെൻ്റ് അകത്ത് ശബ്ദം ഉയർത്താതെ നിന്നതിൻ്റെ പേരിൽ എനിക്ക് കരീമിനോടോ സപ്പോർട്ടുള്ളൂ. കരീം ജയിക്കണം, കരീം ജയിക്കണമെന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൽ നിന്ന് പാർലമെൻറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു പൗരത്വ നിയമ ബില്ലിനെതിരായിട്ട് നിങ്ങൾ ഏതൊരു മൊബൈൽ ഫോൺ നെക്കി നോക്കിയാലും ഇപ്പോൾ ഏത് കുട്ടികൾക്കും അറിയാം എത്ര നേരം സംസാരിച്ചിട്ടുണ്ടെന്നില്ല. ആ ഒരു സംസാരത്തിൻ്റെ പേരിൽ രാജ്യത്ത് ശബ്ദം ഉയർത്താൻ പറ്റുന്ന ആളുകൾ പാർലമെൻറ്റിൻ്റെ അകത്ത് പോകണം. അത് എന്തിനാണെന്നോ, എന്തൊരു ബില്ല് പാസ്സാക്കുമ്പോഴും ആ പാസ്സാക്കുന്ന ബില്ല് തെറ്റായിട്ട് ഇന്ത്യ രാജ്യത്തിന് തെറ്റായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ അതിന് ശബ്ദം ഉയർത്തുന്ന ഏത് നേതാവാ വേണ്ടി ആ നേതാവ് പാർലമെൻറ്റ് അകത്ത് പോകണം. അതുകൊണ്ട് ഇളമരം കരീമിന് ജയിപ്പിക്കണം എന്നൊരു മൂടാറിനാണ്. എന്താ വെച്ചാൽ ഓരോ നിങ്ങളെ ചാനലിൽ തന്നെ കാണാം, നിങ്ങൾക്ക് പഠിച്ചു നോക്കിയാൽ തന്നെ പാർലമെൻ്റ് അകത്ത് എന്തൊക്കെ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കരീം ജയിക്കണം. രാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം എന്ന് പറയാം. കാരണം രാഘവനാണ് വികസനമാണ് രാഘവൻ. കാരണം എവിടുന്നോ വന്ന് കോഴിക്കോട്ടുകാർക്ക് വേണ്ടി ഒരുപാട് വികസനങ്ങൾ പല രീതിയിലും ചെയ്തൊരു വ്യക്തിയാണ് MP രാഘവൻ. അതേമാതിരി എതിർ സ്ഥാനാർത്ഥി കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലാളികളെ, ഒരുപാട് 10,000-ഓളം വരുന്ന കുടുംബങ്ങളെ വയ്യാതാരാക്കിയ ഒരാൾമാരാണ്. ആ രണ്ട് ഡിഫറൻസ് രാഘവേട്ടനും കരീമും തമ്മിലുണ്ട്. കാരണം മാവൂര് കോളിയറൻസ് അവിടുത്തെ ഒരു ചെറിയ ചോട്ടാ നേതാവായ കരീം ഇന്ന് വലിയ മന്ത്രി വരെ അയക്കുന്നു. അയാൾ മന്ത്രിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തതെന്നൊന്ന് വ്യക്തമാക്കണം ഈ സഹാക്കൾ തന്നെ. കാരണം അയാൾ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് ഈ കോഴിക്കോടിന് വേണ്ടിയിട്ടോ ഇല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്താണ് അയാൾ ചെയ്തത്? ഒരു വികസനം ചൂണ്ടിക്കാട്ടാൻ ഏതെങ്കിലും സഖാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്, ഒരിക്കലും പറ്റൂല. പക്ഷേ MP രാഘവൻ നടത്തിയ വികസനം ഇവിടെ ഏതൊരു ചെറിയ കുട്ടീനോട് ചോദിച്ചാലും കൃത്യമായിട്ട് പറയും MP രാഘവൻ്റെ വികസനം എന്താണെന്നുള്ളത്. പിന്നെ ഈ പാളയത്തിൽ ഇപ്പം ഈ പച്ചക്കറി മാർക്കറ്റിനോടനുബന്ധിച്ചിട്ടൊരു 10,000-ഓളം കുടുംബങ്ങൾ, തൊഴിലാളികൾ മാത്രമല്ല കുടുംബങ്ങൾ ഒരു പ്രശ്നം വന്ന് കോർപ്പറേഷൻ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി നിന്ന പാളയം പച്ചക്കറി മാർക്കറ്റ് ഇന്നിവിടെ ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാരനും BJPക്കാരനും CPM-മാരനടക്കം ഏറ്റവും കൂടുതൽ CPM-മാരനടക്കപ്പെടുന്ന മറ്റേ അന്നന്ന് ഉപജീവനം നടത്തുന്നുണ്ട്. ആ ഉപജീവനം നടത്തുന്ന CPM-മാരുടെ ഉള്ളിലുണ്ട് രാഘവേട്ടൻ്റെ പ്രവർത്തനം എന്താ ഈ പച്ചക്കറി മാർക്കറ്റിന് വേണ്ടി ചെയ്തതെന്ന്. MP എന്ന നിലയിൽ 2-3 പ്രാവശ്യം മാർക്കറ്റിൽ വന്ന് തൊഴിലാളികളെ കണ്ട് ഇവിടുത്തെ ഒരു MP സനിൽ എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡൽ പ്രസിഡന്റ് ഉണ്ട്. അയാൾ രാഘവേട്ടനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ KPCC വരെ ഈ സമരം പച്ചക്കറി മാർക്കറ്റിൻ്റെ സമരം ഏറ്റെടുത്ത്. അത് രാഘവേട്ടൻ്റെ ഒരു വലിയൊരു കൈവന്നാണ്. കാരണം തൊഴിലാളികൾക്ക് വേണ്ടി എന്നും തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നൊരു MP തന്നെ കോഴിക്കോടിൻ്റെ രാഘവേട്ടൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ ഇലക്ഷനിലുള്ള ഭൂരിപക്ഷത്തിനെക്കാട്ടിയും 1,00,000 ചില്ലാൻ വോട്ടിന് രാഘവേട്ടൻ ജയിക്കുന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ വേറൊന്ന് എടുത്തു പറയാനുള്ളത്, ഓരോ CPM-മാരന് വരെ രാഘവേട്ടന് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും ചെയ്യും. 2024 തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് മണ്ഡലത്തിൽ 2 MP-മാർ തമ്മിലാണ് മത്സരം. അപ്പോൾ വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ ഇളമരം കരീം MP ആയിട്ടുള്ളെങ്കിലും കൂടി ഇവിടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് മന്ത്രിസ്ഥാനമൊക്കെ വാങ്ങിയിട്ടും വീണ്ടും അവിടെ തന്നെ മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടാതെ ഇവിടുന്ന് ഒളിച്ചോടിയ ഒരു നേതാവാണ് ഇളമരം കരീം. അയാളാണ് 15 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളോട് കൂടെ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന MP-യോട് മത്സരിക്കുന്നത്. കരീംഖൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. 100% രാഘവേട്ടൻ 1,00,000-ഓ 2,00,000-ഓ വോട്ടിന് വിജയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവിടെ രാഘവൻ വിജയിക്കണം എന്നുള്ള ആഗ്രഹം, ഭൂരിപക്ഷം കൂടും,
കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് കൂടുതൽ വിജയം അത്ര വികസനമുണ്ട്, അത്ര കാര്യങ്ങൾ മൂപ്പര് എല്ലാ കാര്യത്തിനും ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് പേഴ്സണലാരെ നമ്മളെ ഓരോ പരിപാടിക്ക് വരുമ്പോൾ കാണാറുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ മൂപ്പര് ഓടി എത്തുന്നുണ്ട്, അത് കാണാറുണ്ട്. നല്ലൊരു MP എന്ന നിലയ്ക്ക് ആണല്ലോ മൂപ്പര് വരുന്നത്. നല്ല MP തന്നെ നല്ല വികസനമുണ്ട് മൂപ്പര മണ്ഡലത്തിൽ. MP വ്യക്തിപരമായിട്ട് നല്ലൊരു അഭിപ്രായമാണ്. സമൂഹങ്ങൾക്ക് എല്ലാവരും മുമ്പോട്ട് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ അതുകൊണ്ട് ഇതുള്ള അത്രയും കൂറെന്ന് വെച്ചാൽ ഈ പാളയം മാർക്കറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളപ്പുറം മുന്നിൽ നിന്ന് എല്ലാവിധം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. 15 വർഷം കൊണ്ട് കേരളത്തിന് വേണ്ടി കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ കാര്യം വ്യവസായ മന്ത്രി കാലത്ത് കോഴിക്കോട് എന്ത് ചെയ്തെന്നൊരു പുനഃപരിശോധന വേണം. ഇപ്പോൾ സത്യത്തിൽ CPM BJP സഹായിക്കുക. കേരളത്തിൽ മാത്രമേ BJPക്ക് കോൺഗ്രസിന് എതിരുള്ളൂ, അല്ല CPM കോൺഗ്രസിന് എതിരുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസിന് തോളിൽ വെച്ച് ചേർക്കുക. അന്നപ്പം ഇവിടെ കേരളത്തിൽ ആൾക്ക് UDF നിന്നുകാലിന് ശരിക്കും BJPനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അവർ ചെയ്യുന്നില്ല. ഇരട്ടത്താപ്പിനായ ഇപ്പം തന്നെ ഓരോരോ കാര്യങ്ങൾ ഇപ്പം രാഷ്ട്രീയത്തിൽ ഞാൻ കിടക്കുന്നില്ല. പക്ഷേ വളായിട്ടൊരു 100% ജയിക്കുന്നു, 100% ഉറപ്പ് തന്നെയാണ്. പല കാര്യങ്ങളും ഇപ്പം ഒരു MLAക്ക് ഒരു നിയമമണ്ഡലത്തിൽ 5 കോടി കിട്ടുമെങ്കിൽ ഇയാൾക്ക് 7 നിയമമണ്ഡലം ഒരു 5 കോടി കിട്ടുന്നു. പ്രാദേശിക വികസന കാര്യത്തിൽ ഫണ്ട് ഉപയോഗിക്കാൻ അയാൾക്ക് കുറച്ച് തള്ളുവല്ലുണ്ട്. പക്ഷേ ഒരു MLAക്ക് സ്വാഭാവികമായിട്ട് 5 കോടിക്ക് നിയമമണ്ഡലം 7 ഗ്രാമപഞ്ചായത്ത് നോക്കിയാൽ മതിയല്ലോ. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് പൊതുവികസന കാര്യത്തിൽ ഫണ്ട് ആദ്യം കൊടുത്തില്ല. MP-മാർ രംഗത്തേ വരാതിരിക്കാൻ വേണ്ടി ആദ്യം കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ച്, പിന്നെ അടുത്ത പുനഃസ്ഥാപിച്ച് അത് കുറച്ച് പ്രാദേശിക ഇതിലേക്ക് മൂപ്പർ കുറച്ച് വിഷമിച്ച് പോയി ജനകീയ സഹായിക്കാൻ വേണ്ടി. പക്ഷേ എങ്കിലും ഇപ്പോൾ 5 കോടി കൊടുക്കുന്നത് 7 ജില്ലയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, 7 നിയോജകമണ്ഡലത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇളവൻകാരനെ സംബന്ധിച്ചിട്ട് എന്ന് പേരിട്ട് CPM ആണ്. രാഘവട്ടൻ ജനങ്ങളിട്ടതാണ് രാഘവേട്ട എന്നുള്ള പേര്. അങ്ങനെ വ്യത്യസ്ത മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു വ്യവസായ മന്ത്രി ഓർഡിനൻസിൻ്റെ കാര്യം തന്നെ കാര്യം എന്ത് ചെയ്ത് ആ ഓർഡിനൻസ് പൊട്ടിക്കാൻ വേണ്ടി മുഖ്യ കാരണക്കാരൻ അതിയാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തൊഴിലാളി വർഗ്ഗ സേവാണെങ്കിൽ തൊഴിലാളിപ്പുറം നിന്നില്ല, മുതലാളിമാരപ്പുറം നിന്നും കാണും അവർക്ക് വേണ്ടി നിങ്ങൾ കാര്യം ചെയ്ത് ഇപ്പോൾ അയാൾ എവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ 41 ബിനാമി സ്വത്തുകൾ അയാൾ വിവരമുണ്ടെന്നാണ് പറയുന്നത്. ബിനാമി പേര് എവിടുന്ന് കിട്ടി എനിക്കറിയാൻ മതിയാത്ത ഈ ഇന്ത്യയിലെ ഹോട്ടലിൽ തൊക്കിൽ ഇത് വെച്ച് ദിനേശ് വീടും വലിച്ച് മോട്ടോർ തൊഴിലാളി രംഗത്തേക്ക് വന്ന പക്ഷിയാണ്. അപ്പോൾ അയാളെ ഇവിടുന്ന് എന്തായാലും ഭാഗ്യം പറയുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ചിട്ട് രാവിലെ പൂർണ്ണമായി ജയിക്കും, അത് സത്യമാണ്. പിന്നെ UDFനെ സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കടായി നിൽക്കുന്നുണ്ട്. ഈ ചോദ്യം കേരളത്തിൽ CPM ഇരട്ടത്താപ്പ് നയാണ്, അത് ഒരു മാറ്റിയാൽ അവർക്കൊന്ന് വന്ന് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ അവരെ മഴ കാര്യം തന്നെ വീണ്ടും നമുക്ക് വാർത്തയ്ക്കേണ്ട ആവശ്യമല്ലോ. ജയിക്കും. എന്തുകൊണ്ട് അവിടുത്തെ വികസനം വേണ്ടിയിട്ട് തന്നെ ഇവിടെ കണ്ടില്ല കിടന്ന് അങ്ങോട്ടൊക്കെ നോക്കിക്കളി ആകാൻ തന്നെ ജയിക്കുള്ളൂ. വേറെ പറയണ്ട. ഉറപ്പ് പറയാനൊന്നുമില്ലാന്ന്. ഇപ്പോഴത്തെ സാമ്പത്തിക നിരക്കം ഒന്നാമത്തെ റെഡിയാണ്. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു, അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല നമുക്ക്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു ആരോപണ വിധേയനല്ലാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വം. കോഴിക്കോട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഹൈലൈറ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ വികസനത്തിന് ഫണ്ട് കണ്ടെത്തി അനുവദിച്ച വ്യക്തിയാണ്. കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് കേന്ദ്രത്തിന് എന്തൊക്കെ കിട്ടാനുള്ള ഫണ്ടുണ്ട് അതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിലും ഏറ്റവും നല്ല വ്യക്തിത്വം. ഈ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആവശ്യം നമ്മുടെ ജനാധിപത്യം കാത്തുരക്ഷിക്കാനാണ്. ആ ജനാധിപത്യം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും. അപ്പോൾ തീർച്ചയായിട്ടും രാഘവേട്ടനോട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ബമ്പ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്. ബമ്പ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ദുർഘടം പിടിച്ച വഴി കൂടെയാണ് യാത്ര കൊണ്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ജനാധിപത്യത്തെ വീണ്ടും തിരിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് മാത്രവും കഴിയുക. ആ കോൺഗ്രസ്സിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ജനതകൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം കടന്നു പോകുന്നത് മറ്റുള്ള പാർട്ടികളൊക്കെ. അതുകൊണ്ട് കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ഈ ഇലക്ഷന് ബമ്പം ഭൂരിപക്ഷത്തിൽ നമ്മളെ ഇന്ത്യ രാജ്യം തന്നെ പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്ന മാറ്റി ഭൂരിപക്ഷം വയ്ക്കും ഇവിടെ കേരളത്തിൽ കോഴിക്കോട് പാർലമെൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം കെച്ചേക്കാട്ടിയും ഭൂരിപക്ഷം ജയിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയപരത്തെ ചൈതന്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, കുറച്ച് രസം അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ജയിക്കും, തീർച്ചയായും ജയിക്കും. രാഘവൻ തന്നെ ജയിക്കുള്ളൂ. ഇവിടെ ആരും ഒന്നിനും കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ആൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ കോഴിക്കോട് സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്.
നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കോഴിക്കോട് സിറ്റിനകത്ത് എല്ലാ മേഖലയിലും. ഇപ്പം മെഡിക്കൽ കോളേജിൽ പേജെടുത്ത് വച്ചു പോയി, രോഗികൾക്ക് മരുന്നില്ലാത്ത ആളെ നിലാരം കിടന്ന് അദ്ദേഹം വാങ്ങിക്കൊടുത്ത് ഇപ്പോഴും മരുന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആൾ. ആ സ്ഥാനത്ത് അയാളെ സ്ഥാനത്ത് ആര് നിന്നാലും ഏത് പഠിച്ച തമ്പുരം വന്നാലും കഴിച്ചിലാവലാണ്. 1,30,000 വോട്ടിന് കോഴിക്കോട് സിറ്റിയിൽ MK രാഘവൻ ഇവിടെ ജയിക്കും. ആര് വന്നു നിന്നാലും കഴിച്ചിലാവില്ല, പ്രയാസമാണ്. അയാൾ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ചെയ്യൂ. നല്ല വ്യക്തിയാണ്. ഏത് പാതിരാക്കും വിളിച്ചാൽ നമ്മൾ അവിടെ പോയി മുട്ടി വിളിച്ചാൽ റെഡിയാണ്, ഏത് പാതിരാക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാരാകട്ടെ. അതിൻ്റെ അടുത്ത് ആര് വന്ന് കഴിച്ചിട്ടും കാര്യമില്ല. 3 സ്രാവിനെ മലത്തി വെട്ടിയ ആളാണ് MK രാഘവൻ. മുഹമ്മദ് റിയാസ്, ഒന്ന് മറ്റേ വിജയരാഘവന്, ഒന്ന് പ്രദീപകുമാർ, ഇവർ 3 ആളും കഴിച്ചിലായില്ല. വൻ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം അതേ കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിലും വൻപിച്ച ഭൂരിപക്ഷത്തിലേക്കും രാവട്ടെ, യാതൊരു സംശയമില്ല. ജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഇമേജ് ഉണ്ടാക്കുക, നല്ല വ്യക്തിത്വമുണ്ട്, സാധാരണ നല്ല പേരുണ്ട്. ഇപ്പോൾ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. പൊതുവെ എല്ലാ സ്ഥലവും എത്തിപ്പെടുന്നുണ്ട്, ജനങ്ങൾ ഇടപഴകുന്നുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമാണ്. അതിനും മിടുക്കനാണ്, അത് നല്ല മിടുക്കനാണ്, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഓഫീസിൽ നമുക്ക് കയറി എപ്പോഴും ഇറങ്ങി ചെല്ലാം. മൂപ്പർ ഓഫീസിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കയറി ചെല്ലാം. കാര്യങ്ങൾ പറയാം, ആരും സപ്പോർട്ടും വേണ്ട, ആരെ കത്തും ഒന്നും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം, കാര്യങ്ങൾ പറയാം. അതിന് സൂപ്പർ നടപടി എടുത്തോളൂ. രാഘവൻ MP എന്ന് പറയുന്നത് 15 വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടിന് വേണ്ടി എന്താ ചെയ്തതെന്നുള്ളത് പറയാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഒരു നെഗറ്റീവ് ഒപ്പീനിയനാണ് രാഘവനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരു MP എന്ന് പറയുമ്പോൾ സ്വന്തം നാടിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എന്ത് ഇതാണ് ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് കാര്യമായിട്ട് കാണിക്കണം. അതൊന്നുമില്ല, പറയാൻ മാത്രം. പിന്നെ പാർലമെൻറ്റിൽ എന്താണ് സ്വന്തം നാടിന് വേണ്ടി ഉന്നയിച്ച്, അതേമാതിരി ഈ CAA നടപ്പിലാക്കുമ്പോൾ പാർലമെൻറ്റിൽ നാടിന് വേണ്ടി എന്ത് പറഞ്ഞു എന്നുള്ളത് ഒന്നും ഇല്ല. ഇപ്പോൾ അത് ഞമ്മളിപ്പം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. കരീം ജയിക്കണം എന്നുള്ള ഒപ്പീനിയനാണ് എനിക്കുള്ളത്. ജനങ്ങളുടെ കയ്യിലാണ്. എൻ്റെ ഇതിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ജയിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ മൂപ്പര് രാജ്യസഭ ഒരു MP ആണ്, നിലവിലുള്ള ഒരു MP ആണ്. മൂപ്പര് ഈ വിഷയം വന്നപ്പോൾ രാജ്യസഭയിൽ ഉന്നയിച്ച ഇതൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ്. ആ ഒരു ഇതൊക്കെ കാഴ്ചപ്പാട്. പിന്നെ മൂപ്പര് കുറേ MLA മന്ത്രിയൊക്കെ ആയിരുന്നതാണ്. അപ്പം നെഗറ്റീവ് ഒപ്പീനിയനും ഉണ്ട് ഒരുവിധ ആൾക്കാർക്ക് മൂപ്പരെ പറ്റിയിട്ട്. അതേമാതിരി കരീമിനെ പറ്റിയിട്ട് ഒരു ഭാഗത്ത് നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പോസിറ്റീവ് ഒപ്പീനിയനും ഉണ്ട്. രാഘവൻ MP ഇവിടെ MP തന്നെ അയാൾ, ഇനി അയാൾ തന്നെ MP വേറെന്താ? അയാളല്ലാണ്ട് വേറെ ആരാ അവിടെ മത്സരിക്കാനുള്ളത്? നല്ല അഭിപ്രായമാണ്. രാഘവനെ പറ്റി പറയാൻ നല്ല അഭിപ്രായമാണ്. എല്ലാം കൊണ്ട് നല്ല അയാൾ. ആൾക്ക് ഒരു പെട്ടെന്ന് എന്താ പറഞ്ഞാലും അപ്പം പാഞ്ഞെത്തും അയാളോട്, അവിടെ എത്തും അയാൾ. ആരെന്ത് പറഞ്ഞാലും നമ്മളെ ജില്ലക്ക് വേണ്ടിയിട്ട് എന്തും മെനക്കെടുന്ന ആളാണ് അയാൾ. ആര്? രാഘവനോ? രാഘവൻ മത്സരിച്ച് ജയിക്കും, വേറെന്താ? അയാളല്ലേ ജയിക്കേണ്ടതും. വേറെ ആരും ജയിച്ചു പോയിട്ട് എന്താ കാര്യം? അത് വേണ്ട നോക്കാം നമ്മൾ. മറ്റേ രാഘവൻ വെച്ച് പോയാൽ നമ്മൾ കേരളത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടിയൊക്കെ കോഴിക്കോടൊക്കെ ചെയ്യും. അത് ഭരണം കിട്ടാൻ വെച്ചാൽ നമ്മൾ ഒന്നുകൂടി ബെറ്ററായി, ഇത്രേ ഉള്ളൂ. ഭരണം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക്. മൊത്തത്തിലുള്ള ഭരണേ കോൺഗ്രസിൻ്റെ, അതാ പറഞ്ഞേ. നല്ല അഭിപ്രായം, നല്ല. അയാളിപ്പോൾ എത്ര പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചു പോണേ, അല്ലാതെ നല്ലോണ്ടാണല്ലോ അങ്ങനെ ഇതാണ്. പിന്നെ രാഘവനെ പറ്റി മാത്രം ചോദിക്കരുത്, എല്ലാവരെ പറ്റിയും ചോദിക്കണം നിങ്ങൾ. കരീമിനെ പറ്റി ചോദിച്ചാൽ അയാളാണ് ഇവിടുത്തെ. അത് ഇപ്പോൾ പാർട്ടി വൈസിൽ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ എന്താണ് തൊഴിലാളികളെ വഞ്ചിച്ച് വലിയ കൂർഷ മുതലാളിയായി മാറി, ഇത്രേ ഉള്ളൂ. രാഘവൻ MPനെ പറ്റി ഞാൻ അങ്ങനെ അയാളെ കണ്ടിട്ടൊന്നുമില്ല. ഈ 5 വർഷത്തിനിടയ്ക്ക് രാഘവൻ ഒരു പ്രത്യേകമായി വികസനം ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. കരീമിനാ സാധ്യത. കാരണം ഇളമര കരീം ജയിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഒരു നമ്മളെ ഇന്ത്യൻ പാർലമെൻറ്റൊക്കെ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കരീമിനെ പോലത്തെ ഇടതുപക്ഷം ജയിച്ചാലേ അത് നടക്കുകയുള്ളൂ. പിന്നെ രാഘവനൊക്കെ ജയിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒന്നും സംസാരിക്കാനുള്ളൊരു ഇതുമില്ല. കരീമിനെ പോലത്തെ ഇടതുപക്ഷത്തിന് ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കുക വേറെ എങ്ങോട്ടും പോകില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. അതായത് കഴിഞ്ഞ പ്രാവശ്യം രാഘവൻ ജയിക്കാനുള്ള കാരണം ശബരിമല ഒരു വിഷയമായിരുന്നു. അതിൻ്റെ പേരിൽ രാഘവൻ ജയിച്ചു പോയി. പ്രാവശ്യം അത് ജയിക്കില്ല എന്നാണ്. ശബരിമലയിൽ രാഘവൻ ചെയ്തതല്ല, ശബരിമലേൻ്റെ ഒരു ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ട് വന്നു, ഒരു തെറ്റിദ്ധാരണ വന്നു. അത് പിറ്റേത്തെ ഇലക്ഷനിൽ ക്ലിയറായി. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് തെറ്റിദ്ധരിപ്പിച്ച്
അതായത് ഇടതുപക്ഷത്തിനെ ഒരു ശത്രുവാക്കി കാണിച്ചതിനും കൊണ്ട് കുറേ നമ്മളെ ഹൈന്ദവ സഹോദരന്മാരെ വോട്ടുകളൊക്കെ പാർട്ടിക്ക് പോയിരുന്നു. അതിൻ്റെ പേരിലാണ് രാഘവൻ കഴിഞ്ഞ തവണ ജയിക്കാനുള്ള കാരണം. ഈ പ്രാവശ്യം അതുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അവർ ചോദിക്കാണല്ലോ, ജയിച്ചിരിക്കല്ലേ, എന്തുകൊണ്ടാണ് അയാളെ പ്രവർത്തനം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഓപ്പോസിറ്റുള്ള ആളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും രാഘവട്ടന് ജയിച്ച മാതിരിയാണ് ഇവിടെ. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം രാഘവട്ടൻ തന്നെ 4ാമത്തെ പ്രാവശ്യം കപ്പടിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേപ്പൂർ പോയി കഴിഞ്ഞാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും മെഡിക്കൽ കോളേജ് ഭാഗത്ത് പോയാലും അയാൾ ഏതൊക്കെ മേഖലയിൽ പോകണം ആ മേഖലയിലൊക്കെ വളരെ വികസനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ മാത്രമല്ല ആളുകൾ അത്രയും ഇപ്പോഴത്തെ സർക്കാരിനോട് വെറുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഘവട്ടനിൽ ആര് നിന്നാലും കോഴിക്കോട് UDF ജയിക്കും തീർച്ചയായിട്ടും.